ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ മറ്റ് സർവകലാശാലകളിലും സ്ഥിരം VC നിയമനവുമായി സർക്കാർ മുന്നോട്ട്. മുഖ്യമന്ത്രി ഗവർണർ ധാരണാപ്രകാരമാണ് തീരുമാനം. അതേസമയം ഗവർണറുമായുള്ള ഒത്തുതീർപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഭിന്നതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് രാവിലെ തള്ളിക്കളഞ്ഞു. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗൗരവമുള്ളതാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാ കാലത്തും സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. സുപ്രീം കോടതി പരസ്പര അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മുമ്പോട്ട് വെച്ചു. അതിനെല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു ഭിന്നതയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഇല്ല. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി, ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.